ഹായ് ഫ്രണ്ട്സ്, NSN ജോബ് വേൾഡിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പരാമർശിക്കുന്നത് ബാങ്ക് ഓഫ് ബറോഡയിലേക്ക് ലോക്കൽ ബാങ്ക് ഓഫീസേഴ്സിനുള്ള അതായത് LBOയ്ക്കുള്ള നിയമനത്തിനായി വിജ്ഞാപനം വന്നിട്ടുണ്ട്. 2500 ഒഴിവുകളാണുള്ളത്. കേരളത്തിൽ ഒഴിവുകളുണ്ട്. ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത്. അപേക്ഷിക്കേണ്ട അവസാന തീയതി 24/7/2025. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനി വിജ്ഞാപനത്തിന്റെ വിശദാംശങ്ങൾ നോക്കാം. ഡീറ്റെയിൽസ് ഓഫ് പൊസിഷൻ ആൻഡ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആസ് ഓൺ 1/7/2025. Position Local Bank Officer. Grade or Scale JMG/S1. Vacancy 2500 ആണ്. ഏജ് 21 വയസ്സിനും 30 വയസ്സിനും മധ്യേ. ഇനി എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആൻഡ് എക്സ്പീരിയൻസ് നോക്കാം. ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി, ചാർട്ടേഡ് അക്കൗണ്ടന്റ്, കോസ്റ്റ് അക്കൗണ്ടന്റ്, എഞ്ചിനീയറിംഗ് ഓർ മെഡിക്കൽ ബിരുദം ഉള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ്. മിനിമം 1 വർഷത്തെ എക്സ്പീരിയൻസ് ഷെഡ്യൂൾ കൊമേഴ്സ്യൽ ബാങ്കിലോ റീജിയണൽ റൂറൽ ബാങ്കിലോ ഉണ്ടായിരിക്കണം. NBFC, കോഓപ്പറേറ്റീവ് ബാങ്ക്, സ്മോൾ ഫിനാൻസ് ബാങ്ക് എന്നിവിടങ്ങളിലെ എക്സ്പീരിയൻസ് പരിഗണിക്കുന്നതല്ല. ഇനി ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി. റീജിയണൽ ലാംഗ്വേജ് എഴുതാനും വായിക്കാനും പറയാനും മനസ്സിലാക്കാനും അറിഞ്ഞിരിക്കണം. ഇനി ഏജ് റിലാക്സേഷനെ പറ്റി നോക്കാം. SC/ST വിഭാഗത്തിന് 5 വർഷവും OBC നോൺ ക്രീമിലിയർ വിഭാഗത്തിന് 3 വർഷവും ഇനി PWBDയിൽ ജനറൽ ഓർ EWS വിഭാഗത്തിന് 10 വർഷവും OBC വിഭാഗത്തിന് 13 വർഷവും SC/ST വിഭാഗത്തിന് 15 വർഷവും എക്സ് സർവീസ്മാൻമാരിൽ ജനറൽ ഓർ EWS വിഭാഗത്തിന് 5 വർഷവും OBC വിഭാഗത്തിന് 8 വർഷവും SC/ST വിഭാഗത്തിന് 10 വർഷവും പ്രായപരിധിയിൽ ഇളവുണ്ടായിരിക്കുന്നതാണ്. ഇനി ആപ്ലിക്കേഷൻ ഫീസിനെ പറ്റി പറയാം. ജനറൽ വിഭാഗത്തിന് EWS ആൻഡ് OBC വിഭാഗത്തിന് 850 രൂപയാണ് അപേക്ഷാ ഫീസ്. അടുത്തത് SC/ST PWBD അതേപോലെ എക്സ് സർവീസ്മാൻമാർക്കും വനിതകൾക്ക് 175 രൂപയാണ് അപേക്ഷാ ഫീസ്. ഇനി സ്കെയിൽ ഓഫ് പേ നോക്കാം. ശമ്പള സ്കെയിൽ നോക്കാം. JMG/S1 48,480 രൂപ മുതൽ 85,920 രൂപ വരെയാണ് ശമ്പള സ്കെയിൽ. ഉദ്യോഗാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ജോയിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ സിവിൽ സ്കോർ 680 അതിനു മുകളിലോ ആയിരിക്കണം. ഇനി ഉദ്യോഗാർത്ഥികൾ ജോയിൻ ചെയ്യുന്ന ദിവസം മുതൽ 12 മാസത്തേക്ക് പ്രൊബേഷൻ പീരീഡ് ആയിരിക്കും. അടുത്തത് സർവീസ് ബോണ്ട്. ഉദ്യോഗാർത്ഥികൾ നിർബന്ധമായും ജോയിൻ ചെയ്യുന്ന തീയതി മുതൽ 3 വർഷം ബാങ്കിൽ ജോലി ചെയ്യേണ്ടതാണ്. അല്ലാത്ത വർഷം 5 ലക്ഷം രൂപയും അതിന്റെ ടാക്സും ബാങ്കിന് നൽകിക്കൊള്ളാമെന്ന് സമ്മതിച്ചുകൊണ്ടുള്ള ഒരു ബോണ്ട് സമർപ്പിക്കേണ്ടതായിട്ടുണ്ട്. സെലക്ഷൻ പ്രോസസ്സിൽ വരുന്നത് ഓൺലൈൻ ടെസ്റ്റും സൈക്കോമെട്രിക് ടെസ്റ്റുമാണ്. ഓൺലൈൻ ടെസ്റ്റ് പാസ്സാകുന്നവർക്ക് ഡോക്യുമെന്റ് വെരിഫിക്കേഷനും ഇന്റർവ്യൂവും ഉണ്ടായിരിക്കുന്നതാണ്. ഇനി ഓൺലൈൻ ടെസ്റ്റിന്റെ ഡീറ്റെയിൽസ് നോക്കാം. നെയിം ഓഫ് ടെസ്റ്റ് ഇംഗ്ലീഷ് ലാംഗ്വേജ്. ചോദ്യങ്ങളുടെ എണ്ണം 30, മാക്സിമം മാർക്ക് 30 മിനിറ്റ് ആണ് അതിന്റെ ടൈം വരുന്നത്. ലാംഗ്വേജ് ഇംഗ്ലീഷ്. അടുത്തത് ബാങ്കിങ് നോളജ് ആണ്. 30 ക്വസ്റ്റ്യൻ ആണുള്ളത്, 30 മാർക്ക്. അതുപോലെ തന്നെ 30 മിനിറ്റ് ആണ് അനുവദിച്ചിരിക്കുന്ന സമയം. ബൈലിംഗ്വൽ ആണ്, അതായത് ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടായിരിക്കും. അടുത്തത് ജനറൽ ഓർ എക്കണോമിക് അവയർനെസ്. 30 ക്വസ്റ്റ്യൻസ്, 30 മാർക്ക്, സമയം 30 മിനിറ്റ്. ഹിന്ദിയിലോ ഇംഗ്ലീഷിലോ ആയിരിക്കും ചോദ്യങ്ങൾ ഉണ്ടാവുക. അടുത്തത് റീസണിംഗ് എബിലിറ്റി ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്. 30 ചോദ്യങ്ങൾക്ക് 30 മാർക്സ്. അതുപോലെ തന്നെ 30 മിനിറ്റ് ആണ് ടൈം അനുവദിച്ചിട്ടുള്ളത്. ഹിന്ദിയിലോ ഇംഗ്ലീഷിലോ ആയിരിക്കും ചോദ്യങ്ങളുള്ളത്. അങ്ങനെ ആകെ 120 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. മാക്സിമം മാർക്ക് 120 ആയിരിക്കും. ടൈം അലോട്ട് ചെയ്തിരിക്കുന്നത് 120 മിനിറ്റ് ആണ്. ഇനി അപ്ലൈ ചെയ്യുന്ന വിധം നോക്കാം. ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്ലൈ ചെയ്യേണ്ട വെബ്സൈറ്റ് www.bankofbaroda.co.in. ഓൺലൈൻ ആപ്ലിക്കേഷന്റെ ഗൈഡ് ലൈൻസ് www.bankofbaroda.in/career.htm എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചാൽ ലഭിക്കുന്നതാണ്. കേരളത്തിലെ എക്സാമിനേഷൻ സെന്റേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. എറണാകുളം, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, തൃശൂർ, തിരുവനന്തപുരം. ഡീറ്റെയിൽസ് ഓഫ് സ്റ്റേറ്റ് വൈസ് വേക്കൻസീസ്. കേരളത്തിൽ എത്ര ഒഴിവുകളുണ്ടെന്ന് നോക്കാം. 50 ഒഴിവുകളാണ് കേരളത്തിലുള്ളത്. അതിൽ SC വിഭാഗത്തിന് 7 ഒഴിവും ST വിഭാഗത്തിന് 3 ഒഴിവും OBCക്ക് 13, EWSന് 5, ജനറൽ വിഭാഗത്തിന് 22 ഒഴിവുകൾ ഉൾപ്പെടെ ആകെ 50 ഒഴിവുകളാണുള്ളത്. ഇനി അടുത്തത് PWBDയിൽ OC വിഭാഗത്തിന് 1, HIക്ക് 1, അങ്ങനെ ആകെ 2 ഒഴിവുകളാണ് ഉള്ളത്. ഈ വിജ്ഞാപന പ്രകാരം അപേക്ഷ അയക്കേണ്ട അവസാന തീയതി 24/7/2025. ഇത്രയും കാര്യങ്ങളാണ് ഈ വിജ്ഞാപനത്തെ പറ്റി പരാമർശിക്കാനുള്ളത്. ഉദ്യോഗാർത്ഥികൾ നോട്ടിഫിക്കേഷൻ കൃത്യമായി വായിച്ചു നോക്കിയതിനു ശേഷം മാത്രം അപ്ലൈ ചെയ്യുക. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ജോലി ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുന്നു. ഇനി പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.